സാർ, അറിഞ്ഞ പല സംഭവങ്ങളുടെയും അറിയാത്ത സംഭവങ്ങളുടെയും ഒക്കെ ഉള്ളറകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നതാണ് കഥേമമ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി കഥേമമ ഒന്ന് പുതിയ വാർത്തകളിലേക്കൊന്നും വരുന്നില്ല. ഇപ്പോൾ ഈ ഗണേശോത്സവം എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു വലിയ ആഘോഷമായി മാറുകയാണ്. ഇതിന് തുടക്കം കുറിച്ചത് ബാലഗംഗാധര തിലകനാണെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം സാർ. ഇത് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ന്യൂനപക്ഷ പ്രീണനം അല്ലെങ്കിൽ മുസ്ലിം പ്രീണനം പച്ചയ്ക്ക് പറഞ്ഞാൽ അത് നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് ഹിന്ദുക്കളുടെ ഐക്യത്തിന് വേണ്ടി ഈ പ്രചരിപ്പിച്ചതാണ് ഈ 10 ദിവസത്തെ ഗണേശോത്സവം എന്ന് പറയുന്ന പദ്ധതി. മുമ്പ് ഈ വിനായക ചതുർത്ഥി എന്നൊക്കെ പറയുന്നത് സ്വകാര്യമായിട്ട് വീടുകളിൽ, പ്രത്യേകിച്ചും ഈ സവർണ കുടുംബങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഗതിയാണ്. വീടുകളിൽ മാത്രമായിട്ട് അത് പരസ്യമായിട്ട് ഒരു ആഘോഷമാക്കി എടുക്കുകയാണ് ബാലഗംഗാധരൻ. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് കേസരി എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. അതിൻ്റെ പത്രാധിപർ എന്നുള്ളതിലേക്ക് ഇതിൻ്റെ പ്രചാരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പൂനെയിൽ ആണത്, പൂനെയിൽ നിന്നാണ് ഇറങ്ങുന്നത്. അതിൽ ധാരാളം എഴുതാൻ കഴിയുമായിരുന്നു. അപ്പോൾ സത്യത്തിൽ ബാലഗംഗാധര തിലകനാണ് ഇതിൻ്റെ പ്രചാരകൻ, പ്രയോക്താവ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ടെങ്കിലും ബാലഗംഗാധര തിലകന് പ്രചോദനമായ വേറൊരാളുണ്ട് ഇക്കാര്യത്തിൽ. അതുകൊണ്ടാണ് ഇത് കഥേമമയിൽ സംസാരിക്കാം എന്ന് വിചാരിച്ചത്. ഇത് തിലകന് ഇക്കാര്യത്തിൽ പ്രചോദനമായത് 1892 1893 മുതലാണ് ഈ ഗണേശോത്സവം ഇത്ര വിപുലമായിട്ട് 10 ദിവസത്തെ ഉത്സവമായിട്ട് തീരുന്നത്. 1892 ഒരു കൊല്ലം മുമ്പ് അവിടുത്തെ കൊട്ടാര വൈദ്യനും സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആയിരുന്ന ശ്രീമന്ത് ബാവു സാഹബ് രംഗാരി ആണ് പ്രചോദനം തിലകന്. രംഗാരി എന്ന് പറഞ്ഞാൽ ഈ ഡൈ, തുണിയൊക്കെ ഡൈ ചെയ്യില്ലേ, നിറം മുക്കുന്നത്, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരിക്കും ഉപജീവന മാർഗം. അതാണ് ഈ രംഗാരി എന്ന് പറയുന്നത്, നിറം മുക്കുന്ന എന്നുള്ളത്. അപ്പോൾ ആ പേരിൽ ഇപ്പോഴും അവിടെ 129 കൊല്ലമായിട്ട് ശ്രീമന്ത് ബാബു സാഹിബ് രംഗാരി ഗണപതി ട്രസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട് പൂനെയിൽ. അപ്പോൾ അദ്ദേഹം പൂനെയിൽ ശനിവാർ വാഡ, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട് ഒക്കെ ഉണ്ടായിരുന്നത്. ആ ശനിവാർ വാഡയിൽ ആണ് അദ്ദേഹം പരസ്യമായിട്ട് ഒരു ഗണപതി പ്രതിമ ഉയർത്തിയത്. ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് ഈ രംഗാരി നിന്നുള്ളതല്ല. ശരിയായ പേര് ബാബു സാഹബ് ലക്ഷ്മൺ ജബാലെ എന്നാണ് പേര്. ഈ ജോലി പേരും കൂടി ചേർത്തിട്ടാണ് രംഗാരി എന്നൊക്കെ ആളുകൾ പൊതുവായിട്ട് വിളിച്ചുകൊണ്ടിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ പരിചയക്കാരനായിട്ടുള്ള നാട്ടുകാരനായിട്ടുള്ള കൃഷ്ണാജി പന്ത് ഗസ്ഗിവാലെ എന്ന സുഹൃത്ത് ആ കാലത്ത് ഈ ഗ്വാളിയറിൽ പോയി. ഇന്നും മധ്യപ്രദേശിലാണ് ഗ്വാളിയർ. ആ കാലത്ത് ഗ്വാളിയർ ഈ മറാത്ത രാജവംശം തന്നെയാണ് ഭരിച്ചിരുന്നത്, പൂനെയും അതെ. അദ്ദേഹം തിരിച്ചു വന്നിട്ടേ ഗ്വാളിയറിൽ ഈ ഗണേശോത്സവ ആഘോഷമൊക്കെ കണ്ടു. അത് കണ്ടിട്ട് അദ്ദേഹം ഈ കൃഷ്ണാജി പന്ത് ഗസ്കിവാലെ തിരിച്ചു വന്നിട്ട് ഈ രംഗാരിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നടക്കുന്ന കാര്യങ്ങളുമൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതൊരു കൊള്ളാവുന്ന പരിപാടിയാണല്ലോ എന്നുള്ളത്, ഈ കത്തി എന്ന് പറയില്ലേ, രംഗാരിക്ക് കത്തി, ഇത് കൊള്ളാവുന്ന പരിപാടിയാണല്ലോ എന്ന്. അങ്ങേര് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഒരു ഗണേശ വിഗ്രഹം ഉണ്ടാക്കി അത് വീടിൻ്റെ മുമ്പിൽ തന്നെ സ്ഥാപിച്ചു പരസ്യമായിട്ട്. അത് സാധാരണ നമ്മൾ ഗണപതി വിഗ്രഹങ്ങൾ പലത് കാണാറുണ്ട്, ഇരിക്കുന്നതായിട്ടുമൊക്കെ. നിൽക്കുന്ന ഗണപതി അപൂർവമാണ്, എന്നാലും ഉണ്ട്. നർത്തന ഗണപതി ഉണ്ട്, ഡാൻസ് ചെയ്യുന്ന, അതും അപൂർവമാണ്. ചെന്നൈയിലൊരു ക്ഷേത്രമുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ, അവിടെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ഗണപതി ഒരു രാക്ഷസനെ കൊല്ലുന്ന വിഗ്രഹമാണ് വെച്ചത്. ഗണപതിക്ക് അങ്ങനൊരു വശം ഉണ്ട് എന്നുള്ളത്, എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാരെയൊക്കെ ശരിപ്പെടുത്തുക എന്നുള്ളത്, ശത്രു സംഹാരം, അങ്ങനെ ഒരു സംഗതിയാണ് വെച്ചത്. അപ്പോൾ
ഇത് ഇതിൻ്റെ ഒരു പ്രാധാന്യം മറ്റേ ബാലഗംഗാധര തിലകനും കത്തി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 1893 സെപ്റ്റംബർ 26 കേസരിയിൽ ഇതിനെ സംബന്ധിച്ച് ഒരു മുഖപ്രസംഗം, ഇത് നമ്മൾ പ്രചരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗം എഴുതുക മാത്രമല്ല 1894 കേസരി ഓഫീസിൽ ഒരു ഗണപതി വിഗ്രഹം മുമ്പിൽ സ്ഥാപിച്ചു അദ്ദേഹം. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ രംഗാരിയുടെ പേരിലുള്ള ട്രസ്റ്റ് 129 കൊല്ലമായിട്ട് ആ ഗണപതി വിഗ്രഹം ആരാധിക്കുന്നുണ്ട്, ഇപ്പോഴും ആരാധിക്കുന്നുണ്ട്. ഈ രംഗാരി വസ്ത്രം ഇങ്ങനെ അലക്കുന്ന മറ്റേ നിറം മുക്കുന്ന ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ വീട്ടിൽ ബ്രിട്ടനെതിരെ പയറ്റുന്ന പോരാളികളെയൊക്കെ വിളിച്ച് യോഗമൊക്കെ ചേരുമായിരുന്നു. അങ്ങനെ അങ്ങേരുടെ വീട്ടിൽ 3 വാതിലുകൾ, അത് രഹസ്യ അറകളൊക്കെ ആയിരുന്നു, ആയുധങ്ങൾ സൂക്ഷിക്കുക അങ്ങനത്തെ ഒക്കെയുള്ള. അവിടെ നിന്ന് ഒരു തുരങ്കം പുഴയിലേക്ക് ഈ വീട്ടിൽ നിന്ന് പണിയുകയും ചെയ്തിരുന്നു. ഈ ബ്രിട്ടനെതിരായ ആളുകളുടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലം എന്നുള്ളതിലേക്ക് ചാരന്മാർ ശ്രദ്ധിക്കുമല്ലോ, എപ്പോഴെങ്കിലും ഇവർക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുഴയിലേക്കൊരു തുരങ്കം ഉണ്ടാക്കിയിരുന്നു. അതുപോലെ 3 വാതിലുകൾ ഒരു കപ്പി കൊണ്ട് ഒരു യന്ത്രപരിപാടി ഒരേ സമയം അടയ്ക്കാവുന്നൊരു സംവിധാനം വീട്ടിൽ അങ്ങേര് സജ്ജീകരിച്ചിരുന്നു. ഈ ഹിന്ദു ഐക്യത്തിൻ്റെ ഉണ്ടാകേണ്ടതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ 1870 ഒരു നിരോധന നിയമം കൊണ്ടുവന്നു. അതെന്താണെന്ന് വെച്ചാൽ ഒരു യോഗത്തിലും 20 പേരിൽ കൂടുതൽ പങ്കെടുക്കരുത് യോഗത്തിൽ. കാരണം ബ്രിട്ടനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ മുറുകി വരുന്നു. അത് മുറുകി വരുന്നതിൻ്റെ ഉദാഹരണമായിരുന്നു 1857 ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം. ശിപായിലുകളാന്ന് പറഞ്ഞത് ശത്രുക്കൾ പറയുന്നത്. അതിപ്പോൾ 1857 നടന്നത് ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമാണെന്നുള്ളത് സവർക്കറിന്റെ പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയത്. അദ്ദേഹം അത് കഴിഞ്ഞ് എഴുതിയ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം 1857 എന്ന് പറഞ്ഞ പുസ്തകത്തിലാണ് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് സവർക്കർ ബ്രിട്ടൻ്റെ കണ്ണിലെ കരടായിരുന്നത് എല്ലാ കാലത്തും. യൗവനം മുഴുവൻ തടവറയിലായിരുന്നു. യൗവനം മുഴുവൻ തടവറയിലായിരുന്ന ആ മനുഷ്യനെ പറ്റിയാണ് ഇപ്പോൾ ചില വിഡ്ഢികൾ ചോദിക്കുന്നത്. അദ്ദേഹം യൗവനകാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു, എന്ത് ചെയ്യായിരുന്നു എന്നൊക്കെ. മിക്കവാറും സമയം തടവിൽ 20 കൊല്ലം. അത് കഴിഞ്ഞ് വിട്ടയച്ചപ്പോൾ വീട്ടുതടങ്കലിൽ രത്നഗിരിയിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ എന്നിട്ട് 1870 ബ്രിട്ടൻ ഈ 20 പേര് കൂടരുത് എന്ന് നിയമം പാസ്സാക്കിയത് ഹിന്ദുക്കൾക്കെതിരായ നിയമമാണത്. ഹിന്ദുക്കൾ ഒരു പ്രക്ഷോഭം നടത്തരുത് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ കൂട്ടം കൂടാൻ പറ്റാതെ വന്നു. പക്ഷേ അതിൻ്റെ കൂടെ അവർ പറഞ്ഞു വെള്ളിയാഴ്ച മുസ്ലിങ്ങളുടെ പള്ളിയില്ലേ, മോസ്ക്, അവിടെ 20 പേരിൽ കൂടുതലൊക്കെ ആകാം, എത്ര വേണമെങ്കിലും ആകാമെന്ന്. എന്ന് പറഞ്ഞാൽ പ്രീണനം, നിയമത്തിൽ പ്രീണനം വന്നു, ഇളവ് വന്നു, മുസ്ലിങ്ങൾക്ക് ഇളവ് വന്നു. ഹിന്ദുക്കളാണെങ്കിൽ അങ്ങനെ ഒരു കൂടിച്ചേരൽ പാടില്ല. മുസ്ലിങ്ങൾക്ക് 20 കൂടുതൽ പള്ളിയിലൊക്കെ കൂടാം. നമ്മളാണെങ്കിൽ അമ്പലത്തിൽ പോയി അങ്ങനെ ഒരു ചടങ്ങ് നമുക്ക് വെള്ളിയാഴ്ചകളിലോ ഏതെങ്കിലും ഒരു ദിവസം ഇല്ലല്ലോ, ഹിന്ദുക്കൾക്കില്ല. അപ്പോൾ ഹിന്ദുക്കൾക്ക് അങ്ങനെ കൂടാനുള്ള ഒരു അവസരം ഇല്ല. അപ്പോൾ മതപരമാണല്ലോ ഈ വെള്ളിയാഴ്ച ഇളവ് കൊടുക്കാനുള്ള കാര്യം. എന്തുകൊണ്ടാണ്? അത് മതപരമായ ചടങ്ങ് ഭാഗമായിട്ട് കുറച്ച് ഇളവ് കൊടുക്കുന്നു. അപ്പോൾ മറ്റേ തിലകന് തോന്നി മതപരമാണല്ലോ ഗണേശോത്സവം, അത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. 20 കൂടുതൽ ആളുകളും ആകാം, അവർക്കാകാമെങ്കിൽ ഞങ്ങൾക്കും ആകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആ സമയത്ത് ലോർഡ് ഹാരിസ് എന്ന് പറഞ്ഞിട്ടൊരു വൈസ്രോയി വരികയും ചെയ്തു. അങ്ങേര് ഭയങ്കരമായിട്ട് ഈ നിയമം കർശനമാക്കുകയും ചെയ്തിരുന്നു, 20 കൂടുതൽ എന്നുള്ളത്. പക്ഷേ ആ സമയത്ത് ബറോഡ, ഗ്വാളിയർ, പുനെ, മറാത്ത ഭാഗങ്ങളൊക്കെ ഗോവ
തുടങ്ങിയ സ്ഥലത്തൊക്കെ ഈ അത്യാവശ്യം ഗണപതിയെ പ്രാർത്ഥിക്കുകയും പൂജ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഗോവയിലെ ഗണേശോത്സവം നിരോധിച്ചിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനൊരു അനുഭവം കൂടി അന്ന് അക്കാലത്ത് ഹിന്ദുക്കൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ 1893 ഈ ഗണേശോത്സവം തുടങ്ങുന്നത് ശരിക്കും കൊളോണിയലിസത്തിനെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഈ ഗണേശ ചതുർത്ഥി, വിനായക ചതുർത്ഥി ഓടൊക്കെ അനുബന്ധിച്ച് 10 ദിവസം ഇതാകാം എന്ന് പറഞ്ഞത്. 1893 മുമ്പ് ഒരു ദിവസം മാത്രമായിരുന്നു ഗണേശ ചതുർത്ഥി ഉത്സവം എന്ന് പറയുന്നത്. അത് ബ്രാഹ്മണരും സവർണരും ഒക്കെ സ്വകാര്യമായിട്ട് ചെയ്തിരുന്നതാണ്. 1857 തുടർന്ന്, ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിനെ തുടർന്ന് ചില ഇളവുകളൊക്കെ ബ്രിട്ടീഷുകാർ ചെയ്തിരുന്നു. ഇളവുകൾക്ക് വേണ്ടിയേ നമ്മുടെ ദേശീയ പ്രസ്ഥാന നേതാക്കളും ബാധിച്ചിരുന്നുള്ളൂ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി അപ്പോഴും ദേശീയ നേതാക്കൾ ബാധിച്ചിരുന്നില്ല. പക്ഷേ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സെൽഫ് റൂൾ, സ്വരാജ്, അതിനുവേണ്ടി വാദിച്ചിരുന്ന ഒരേ ഒരാൾ ബാലഗംഗാധര തിലകനായിരുന്നു. തിലകൻ എന്നൊക്കെ പറഞ്ഞ ഗാന്ധിക്ക് മുമ്പൊക്കെ ഇന്ത്യ നിറഞ്ഞു നിന്നിരുന്ന ആളാണ്. നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയൊക്കെ കൂടെയുള്ള അഭിമുഖങ്ങൾ വായിക്കണം. ഡാങ്കെ, ഗംഗാധർ അധികാരി, ഇങ്ങനെ ആദ്യകാല കമ്മ്യൂണിസ്റ്റുകൾ, ഇവരൊക്കെ ബാലഗംഗാധരനെ ആരാധിച്ചുകൊണ്ടാണ് അവർ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്കൊക്കെ വന്നതെന്ന് നമുക്ക് വായിച്ചറിയാൻ പറ്റും. ഇന്ത്യയിൽ കാൾ മാർക്സ് എന്ന് പറഞ്ഞൊരു പേര് ആദ്യമായി ഒരു ലേഖനത്തിൽ അച്ചടിക്കുന്നത് തിലകനാണ്. തിലകൻ്റെ ലേഖനത്തിലാണ് കാൾ മാർക്സിൻ്റെ പേര് വരുന്നത്. അത് ഈ കേസരി മറാഠിയിലും മഹ്റാട്ട എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം ഇംഗ്ലീഷിലും ഉണ്ടായിരുന്നു. ഇതിൽ ഈ മഹ്റാട്ടയിലാണ് മാർക്സിൻ്റെ പേര് ആദ്യമായിട്ട് വന്നത്, 19-ാം നൂറ്റാണ്ടിൽ തന്നെ. ഇത് അദ്ദേഹമാവുമ്പോൾ പത്രപ്രവർത്തകനാണ്, അധ്യാപകനാണ്, രാഷ്ട്രീയ നേതാവാണ്, നല്ല ശിഷ്യ സമ്പത്തും ഉണ്ട്. അപ്പോൾ 1881 തിലകനും CG അഗാർക്കറും മറാത്തിയിൽ ഈ കേസരി തുടങ്ങി, മറാഠ ഇംഗ്ലീഷിലും. ഗാന്ധിക്ക് മുമ്പ് തന്നെ തിലകൻ പറഞ്ഞു, സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്, സ്വരാജ്യം എൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞ ആളാണ് തിലകൻ. അപ്പോൾ 1893 ഇങ്ങനെ സമൂഹ ആരാധനയായിട്ട് ഗണേശോത്സവം തുടങ്ങി. ഗണേശൻ്റെ ഒരുപാട് കീർത്തനങ്ങൾ, പാട്ടുകൾ ഒക്കെ ആലപിക്കുക, നാടകങ്ങൾ നടത്തുക, അങ്ങനെ ധാരാളം ആശയങ്ങൾ അതിൻ്റെ കൂടെ ഹിന്ദു ഐക്യത്തിന് വേണ്ടി നടപ്പാക്കാൻ കഴിഞ്ഞു. മഹാരാഷ്ട്രയിൽ ഗണേശോത്സവ സൊസൈറ്റികളുണ്ടായി, അഖാഡകളുണ്ടായി. നമ്മുടെ ഹിന്ദുക്കളുടെ ധീരത പ്രകടിപ്പിക്കാനും കായിക ശക്തി പ്രകടിപ്പിക്കാനുള്ള മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നു എന്ന് തിലകൻ്റെ ജീവചരിത്രം എഴുതിയ ധനഞ്ജയ് കീർ പറയുന്നുണ്ട്. ധനഞ്ജയ് കീർ തന്നെയാണ് അംബേദ്കറുടെ ജീവചരിത്രവും എഴുതിയിട്ടുള്ളത്. 1896 3 കൊല്ലം കഴിഞ്ഞ് ശിവാജി മേളയും തിലകൻ ആരംഭിച്ചു. ശിവാജിയുടെ ഒരു പോരാട്ടം, വീര്യം ഹിന്ദുക്കളിൽ ഉണ്ടാകട്ടെ, വിദേശ വസ്ത്ര ബഹിഷ്കരണം തിലകൻ തുടങ്ങി. അതെന്താണെന്ന് വെച്ചാൽ പരുത്തിക്ക് എക്സൈസ് നികുതി ബ്രിട്ടൻ ഏർപ്പെടുത്തിയപ്പോഴാണ് വിദേശ വസ്ത്ര ബഹിഷ്കരണം അദ്ദേഹം തുടങ്ങിയത്. 1893 രാജ്യമാകെ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങളുണ്ടായി, രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും. ഓഗസ്റ്റ് 11 ബോംബെയിൽ വലിയ അക്രമം നടന്നു 1893. അപ്പോൾ പുനെയിൽ തിലകൻ ഇത് മുഴുവൻ ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കുന്നത് ബ്രിട്ടനാണ് എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടനെതിരെ എഴുതി ബ്രിട്ടനെ വിമർശിച്ചു. മുസ്ലിം പ്രീണനമാണ് അതിന് കാരണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടായ ആ പശ്ചാത്തലത്തിലാണ് ഈ ഗണേശോത്സവം വിപുലമായിട്ട് 1893 ഒരു ഹിന്ദു ധൈര്യത്തിനും ഐക്യത്തിനും വേണ്ടി ഉണ്ടാകുന്നത്. അപ്പോൾ ധനഞ്ജയ് കീർ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുക്കൾക്ക് വേറെ വഴിയില്ലായിരുന്നു, ഹിന്ദു വീര്യം ഉണർത്താൻ ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു എന്ന് തിലകൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നു. പക്ഷേ തിലകൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒരു ഇമ്പാക്റ്റ് ഇതുകൊണ്ട് ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടായി. അതിപ്പോഴും
നിൽക്കുന്നു. അത് വലിയ ആഘോഷമായിട്ട് ഇപ്പോൾ ആളുകൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നു. അതെ, അത് ഹിന്ദുക്കളെ സംബന്ധിച്ചൊരു കുറുക്കു വഴി എന്ന് നമുക്ക് പറയാമല്ലോ, ബുദ്ധി അല്ലെങ്കിൽ വഴിയിൽ ഒരു ഹിന്ദു ഐക്യം അതുകൊണ്ട് ഉണ്ടായി. അതാണ് ഗണേശോത്സവം ഉണ്ടായതിൻ്റെ പ്രാധാന്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.